ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വികൃതി നിറഞ്ഞ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇന്ന് നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ വേറൊരു കഥ കേൾക്കാം. ഉണ്ണിക്കണ്ണൻ രാവിലെ കളിക്കാൻ ഇറങ്ങിയാൽ പിന്നെ വിശപ്പിന് ആഹാരം കഴിക്കാൻ അമ്മയുടെ അടുത്തോട്ട് പോകുന്നത് കുറവാണ്. ഏതെങ്കിലും ഗോപികമാരുടെ വീട്ടിൽ നിന്ന് പാലും തൈരും വെണ്ണയുമൊക്കെ എടുത്തു കഴിക്കും. അങ്ങനെ കളിച്ചു ക്ഷീണിച്ച് കണ്ണനും കൂട്ടുകാരും ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയാണ്. കണ്ണനും ചങ്ങാതിമാർക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ സുദേവൻ എന്ന ബാലൻ പറഞ്ഞു, കണ്ണാ, നന്നായി വിശക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോയാൽ പിന്നെ അമ്മ കളിക്കാൻ വിടുകയുമില്ല. വിശപ്പാണെങ്കിൽ സഹിക്കാനും വയ്യ. എന്തു ചെയ്യും? അപ്പോൾ സന്ദീപൻ എന്ന ബാലൻ പറഞ്ഞു, എന്തു ചെയ്യാനാണ്? ഇപ്പോൾ ഗോപികമാർ കണ്ണൻ വെണ്ണയെടുക്കുമെന്ന് കരുതി വളരെ ഉയരത്തിലുള്ള ഉറികളിലാണ് പാലും തൈരും വെണ്ണയും വെക്കുന്നത്. ഇനി എങ്ങനെ എടുക്കും? സനകൻ എന്ന ബാലൻ പറഞ്ഞു, കണ്ണാ, ഇന്ന് വെണ്ണയെടുക്കാൻ ഗോപികമാരുടെ വീട്ടിൽ കയറുന്നുണ്ടെങ്കിൽ ആ ചാരുരൂപയുടെ വീട്ടിൽ തന്നെ കയറണം. അതെന്താ ചങ്ങാതി ചാരുരൂപയുടെ വീട്ടിൽ തന്നെ കയറണം എന്ന് പറഞ്ഞത്? കണ്ണൻ ചോദിച്ചു. അത് കണ്ണ, ആ ചാരുരൂപ ദേവലതയോട് പറയുന്നത് കേട്ടു. നന്ദറാണിയുടെ പുത്രനെ കാരണം വെണ്ണയോ പാലോ വെക്കാൻ നിവൃത്തിയില്ല. അതിനാൽ ഞാൻ ഇന്ന് തൈരും വെണ്ണയും വളരെ ഉയരത്തിലെ ഉറിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ആ കണ്ണൻ പതുങ്ങി പതുങ്ങി കൂട്ടുകാരെയും കൂട്ടി കക്കാൻ കയറട്ടെ, ഒന്നും കിട്ടില്ല. അത്രയും ഉയരത്തിൽ വെച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ കണ്ണനെ കയ്യോടെ പിടികൂടി നന്ദറാണിയുടെ അരികിൽ കൊണ്ടുപോവുകയും ചെയ്യും. വരട്ടെ, കാത്തിരിക്കുകയാണ് ഞാൻ. ഇങ്ങനെ പറയുന്നത് കേട്ടതുകൊണ്ടാണ് ഇന്ന് അവിടെ തന്നെ കയറി ആ തൈരും വെണ്ണയും കഴിക്കണമെന്ന് പറഞ്ഞത് എന്ന് കൂട്ടുകാരൻ കണ്ണനോട് പറഞ്ഞു. കണ്ണൻ കൂട്ടുകാരെ നോക്കി ഒന്ന് ചിരിച്ചു. ശേഷം എഴുന്നേറ്റ് അവരെയും കൂട്ടി ചാരുരൂപയുടെ ഭവനത്തിലേക്ക് നടന്നു. ഭവനത്തിന് മുന്നിൽ ചാരുരൂപ സഖികളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. കണ്ണനും കൂട്ടുകാരും പതുങ്ങി പതുങ്ങി വീടിനുള്ളിൽ കയറി. അടുക്കളയിലെത്തി. തൈർ കലം തേടി. ചാരുരൂപ പറഞ്ഞത് ശരിയാണ്, ഉറി വളരെ ഉയരത്തിലാണ്. അതിലാണ് തൈർക്കലം വെച്ചിരിക്കുന്നത്. കണ്ണൻ പതുക്കെ പുറത്തിറങ്ങി ചെന്ന് കാലിക്കോൽ എടുത്തുകൊണ്ട് വന്നു. അതുകൊണ്ട് മൺകലത്തിൻ്റെ മൂട് തട്ടിപ്പൊട്ടിച്ച് ഒരു ദ്വാരമിട്ടു. കലത്തിൻ്റെ പൊട്ടിയ ഭാഗത്തു കൂടി തൈര് താഴേക്ക് വീഴാൻ തുടങ്ങി. കണ്ണൻ വായ തുറന്നു പിടിച്ച് ആ തൈര് കുടിച്ചു. പിന്നെ കണ്ണൻ്റെ ചങ്ങാതിമാരും ഓരോരുത്തരായി വയർ നിറയെ തൈര് കുടിച്ചു. അവസാനം വീണ്ടും കണ്ണൻ തൈര് കലത്തിന് താഴെ വായ തുറന്നു പിടിച്ച് തൈര് കുടിക്കുകയാണ്. വായി നിറഞ്ഞ തൈര് കണ്ണൻ്റെ അഴകുള്ള താടിയിലൂടെ ഒഴുകുന്നുണ്ട്. കവിളിലും മൂക്കിനറ്റത്തുമെല്ലാം തൈര് പറ്റിയിട്ടുണ്ട്. ശ്യാമവർണ്ണൻ്റെ മുഖത്തു നിന്നും പാലാഴി ഉത്ഭവിച്ചതുപോലെ തൈര് ഒഴുകുന്നുണ്ട്. കൂട്ടുകാരെല്ലാം ഓടാൻ തയ്യാറായി നിൽക്കുകയാണ്. തൈര് ഏകദേശം തീർന്നു. എല്ലാവരുടെയും വയറും നിറഞ്ഞു. ഇനി കണ്ണന് തൈര് നൽകാതെ വെച്ച ചാരുരൂപ അറിയണ്ടേ കണ്ണൻ തൈര് കുടിച്ചത്? കാലിക്കോലുകൊണ്ട് ആ മൺകലം അടിച്ചു പൊട്ടിച്ചു കണ്ണൻ. അപ്പോൾ കലം പൊട്ടി താഴെ വീണു. ആ കലം മാത്രമല്ല, അതിന് മുകളിലിരുന്ന തൈര് കലവും കൂടെ താഴെ വീണ് പൊട്ടി. ശബ്ദം കേട്ട് ചാരുരൂപ ഓടി വന്നു. അപ്പോൾ കണ്ടത് തൈര് കലമെല്ലാം തറയിൽ വീണുടഞ്ഞു കിടക്കുന്നു. കണ്ണൻ വാതിലിനരികിൽ ഓടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ദേഷ്യപ്പെട്ട് ചാരുരൂപ പറഞ്ഞു, കണ്ണാ, നിന്റെ വികൃതി അധികമാകുന്നുണ്ട്. നീയും നിന്റെ ചങ്ങാതിമാരും തൈര് കെട്ട് കഴിച്ചതും പോരാ, കലവും ഉടച്ചു കളഞ്ഞല്ലോ. ഇന്ന് നിന്നെ നന്ദറാണിയുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കണ്ണനെ പിടിക്കാനായി നോക്കി. കണ്ണൻ ചിരിച്ചുകൊണ്ട് ദൂരേക്ക് ഓടി. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ചാരുരൂപയെ നോക്കി ചിരിച്ചു. ശ്യാമവർണ്ണൻ്റെ തൈര് പുരണ്ട മുഖം കണ്ട് ചാരുരൂപയും ചിരിച്ചുപോയി. കണ്ണൻ ചങ്ങാതിമാരുമായി വീണ്ടും തൻ്റെ കളി തുടർന്നു. കണ്ണൻ്റെ വികൃതികൾ എത്ര രസമാണ്! തൈര് പുരണ്ട ആ കോമള മുഖം കാണാൻ എത്ര ഭംഗിയാണ്! അപ്പോൾ നാളെ കണ്ണൻ്റെ ലീലകൾ നിറഞ്ഞ മറ്റൊരു കഥയുമായി വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.